എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എന്നോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനായാൽ, ദ റിച്ച് പേഴ്സൺ ആയാൽ എന്ത് ചെയ്യും? ഞാനൊരു കോഴിക്കോടുകാരനാണെങ്കിലും നമുക്ക് മലപ്പുറത്തൊരു 100 ഏക്കർ വാങ്ങി ഒരു 1 lakh സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം അങ്ങോട്ട് ഉണ്ടാക്കാം. ഇനി മറ്റേ ക്രിക്കറ്റ് സ്റ്റേഡിയം പൊളിച്ച് ഫുട്ബോൾ സ്റ്റേഡിയം ആക്കി എന്നുള്ള പ്രശ്നം വരണ്ട. ഇനി മെസ്സി വന്നാൽ സ്റ്റേഡിയം ഇല്ല എന്ന പ്രശ്നം വേണ്ട. ഒരു 1 lakh സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയം നമ്മുടെ മലയാളികൾ കൊറോണയൊന്നും പിടിച്ചിട്ടില്ലെങ്കിൽ എപ്പോഴും ഫില്ലാക്കി വെക്കും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഏതായാലും ഒരു സ്റ്റേഡിയം ഉണ്ടാക്കി ഇനി ഒരു ISL ടീം ഉണ്ടാക്കാൻ എത്ര ചിലവോ? തെലുങ്കന്മാർ കുറേ കാലം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പേരിട്ടിട്ട് നമ്മളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. നമ്മുടെ സ്വന്തം കേരളത്തിന് വേണ്ടിയുള്ള ഒരു അടിപൊളി ടീമായിരിക്കും ഇത്. ഇതൊരിക്കലും നമ്മളെ മാനം കെടുത്തില്ല. ISL കിരീടം ഫസ്റ്റ് സീസൺ തന്നെ നമുക്ക് കിട്ടും എന്ന് ഉറപ്പിക്കാം. ഇനി ക്രിക്കറ്റ് ഫാൻസ് സങ്കടപ്പെടേണ്ട. ഞാൻ ഫുട്ബോളിന് മാത്രം പൈസ ചിലവാക്കുമെന്നുള്ള പരാതിയും വേണ്ട. കേരളത്തിന് വേണ്ടി ഒരു IPL ടീമാണ് തുടങ്ങിയത്, മലബാർ സൂപ്പർ കിങ്സ്. ഓക്കെ, അപ്പം അടുത്ത കപ്പ് നമ്മുടേത്. RCBക്ക് ശേഷം നമ്മൾ തന്നെ കപ്പടിക്കും. അടുത്തത് കുറച്ച് പൊതുവായിട്ടുള്ള കാര്യം ചെയ്യാം. സ്കൂളിൽ പഠിക്കുമ്പം ടൂറ് പോകാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് വീട്ടിലാരും ഇല്ലയെന്ന് ആരും ഇനി പറയേണ്ട ആവശ്യമില്ല. ഞാനൊക്കെ അങ്ങനെ പറഞ്ഞ ആളാണ്. സോ ടൂറിന് പോകാൻ പൈസ ഇല്ലാത്ത കുട്ടിക്കൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ സ്പോൺസർ ചെയ്യുന്ന. ലാസ്റ്റത്തെ കാര്യം, എൻ്റെ പേജ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഒരു S25 അൾട്രേൻ്റെ ഹൈ എൻഡ് വേരിയൻ്റാണ്. ആപ്പിൾ ഞാൻ മനഃപൂർവ്വം കൊടുക്കാത്തതാണ്, വലിയ കോണല്ല. amsudhani.mix എന്ന പേജ് ഫോളോ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചു തന്നാൽ മതി. നിങ്ങളുടെ അഡ്രസ്സിലേക്ക് S25 അൾട്ര ഞാൻ അയച്ചു തരുന്നതാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ദിവസം. ബൈ.